പ്രദേശിലേക്ക് പോകുമ്പോൾ അവിടുത്തെ വാർത്ത കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിസന്ധിയുണ്ട് എന്നുള്ളതാണ്. മണ്ഡി മണ്ഡലത്തിൽ മത്സരിക്കാനില്ല എന്ന് പിസിസി അധ്യക്ഷയും സിറ്റിംഗ് എംപിയുമായ പ്രതിഭ സിംഗ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്ത് പാർട്ടിക്ക് അനുകൂലമായ സാഹചര്യം അല്ല എന്നായിരുന്നു പ്രതിഭ സിംഗിന്റെ പ്രതികരണം. എന്താണ് ഈ അവിടുത്തെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി കാണുന്നത്? അത് എങ്ങനെ പരിഹരിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്? അശ്വതി, രാജ്യസഭാ തെരഞ്ഞെടുപ്പോടെ ഉടലെടുത്ത പ്രതിസന്ധി അവസാനിച്ചിട്ടില്ല എന്ന് വേണം പ്രതിഭ സിംഗിന്റെ പിസിസി അധ്യക്ഷയുടെ പരാമർശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉറച്ച വിജയം പ്രതീക്ഷിച്ച സീറ്റിൽ അവിടെ പാർട്ടി സ്ഥാനാർത്ഥിയായ അഭിഷേക് സിംഗ്വി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. 6 കോൺഗ്രസ് MLA-മാർ കൂറുമാറി വോട്ട് ചെയ്തതായിരുന്നു ഈ പ്രതിസന്ധിക്ക് കാരണം. ഒപ്പം തന്നെ പാർട്ടി സ്ഥാനാർത്ഥിയുടെ പരാജയത്തിലേക്ക് നയിച്ചത്. അവരെ പിന്നീട് സസ്പെൻഡ് ചെയ്തു. പ്രശ്നങ്ങൾ താൽക്കാലികമായി പരിഹരിച്ചു എന്നായിരുന്നു ഹൈക്കമാൻഡ് നിയോഗിച്ച നിരീക്ഷകർ വ്യക്തമാക്കിയിരുന്നെങ്കിൽ പോലും പ്രതിഭ സിംഗിന്റെ ഇപ്പോഴത്തെ പരാമർശത്തിൽ നിന്ന് അതങ്ങനെയല്ല സാഹചര്യം എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രതിഭ സിംഗ് മണ്ഡി മണ്ഡലത്തിനുള്ള MP ആണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 4 സീറ്റിലും വിജയിച്ചത് BJP ആയിരുന്നു. പിന്നീട് 2021 ഉപതെരഞ്ഞെടുപ്പിലാണ് BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പ്രതിഭ സിംഗ് അവിടെ നിന്ന് വിജയിച്ചു വന്നത്. പക്ഷേ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പാർട്ടി പരിഗണിക്കുമെന്ന പ്രതീക്ഷ പ്രതിഭ സിംഗിനുണ്ടായിരുന്നു. പക്ഷേ പാർട്ടി അവരെയല്ല പരിഗണിച്ചത്. പകരം സുഖ്വീന്ദർ സിംഗ് സുഖുവിനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചത്. തുടർന്ന് ഇങ്ങോട്ട് പലപ്പോഴായി മുഖ്യമന്ത്രിയും PCC അധ്യക്ഷയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളുടെ തുടർച്ചയായിരുന്നു ഈ വിമത നീക്കവും. ഒപ്പം വിക്രമാദിത്യ സിംഗ് അവരുടെ മകനായ പ്രതിഭ സിംഗിന്റെ മകനായ വിക്രമാദിത്യ സിംഗ് മന്ത്രിസ്ഥാനം രാജിവെച്ചതും. അപ്പോൾ അന്ന് പ്രതിഭ സിംഗ് ആരോപിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം സുഖ്വീന്ദർ സുഖു പാർട്ടി പ്രവർത്തകരെ, അതായത് പാർട്ടിയെ അധികാരത്തിലെത്താൻ പ്രവർത്തിച്ച പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ തഴയുന്നു. അതാണ് നിലവിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധിക്ക് കാരണമെന്നാണ് സൂചിപ്പിച്ചത്. ഇന്നലെയും സമാനമായ ആരോപണം ആവർത്തിക്കുകയാണ് ചെയ്തത്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെയും പ്രവർത്തനമാണ് വീണ്ടും അധികാരത്തിലെത്താൻ കോൺഗ്രസ് സഹായിച്ചതെങ്കിൽ അധികാരത്തിൽ വന്ന ശേഷം മുഖ്യമന്ത്രി അടക്കമുള്ളവർ അവരെ തഴഞ്ഞു, അവർക്ക് സ്ഥാനമാനങ്ങളൊന്നും തന്നെ നൽകിയില്ല എന്ന് പ്രതിഭ സിംഗ് ആരോപിക്കുന്നു. അതുകൊണ്ട് തന്നെ താൻ മത്സരിക്കുകയാണെങ്കിൽ ജയസാധ്യത കുറവാണ് എന്നാണ് ഇപ്പോൾ അവർ അറിയിച്ചിരിക്കുന്നത്. ഹൈക്കമാൻഡിന് തന്റെ നിലപാട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന നീക്കമാണ് ഒരു PCC അധ്യക്ഷയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കഴിഞ്ഞ മാസം നരേന്ദ്രമോദിയുടെ പ്രവർത്തനത്തെ പ്രകീർത്തിച്ചുകൊണ്ടും പ്രതിഭ സിംഗ് കോൺഗ്രസിനെ വെട്ടിലാക്കിയിരുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിലും പ്രതിഭ സിംഗ് നിലപാട് സ്വീകരിക്കുന്നത്. ഏതായാലും ചർച്ചകൾ ഇനിയും തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് ആവർത്തിക്കുന്നത്. അശ്വതി, ശരി. എന്തായാലും ദേശീയ തലത്തിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങളാണ് ഇന്നത്തെ വാർത്തകളാണ്, പ്രധാനപ്പെട്ട വാർത്തകളാണ് രാകേഷ് പങ്കുവച്ചത്. നമ്മൾ വളരെ